ഒന്ന് ചുമല് കൈവച്ചാൽ എന്താ? ഏത് ഗുരുത്തം കെട്ട മക്കളും എത്ര പ്രായമുള്ളായാലും നിങ്ങളെ മുമ്പിൽ നിങ്ങളെ സ്നേഹിക്കാൻ ഒരു മന്ത്രം പറഞ്ഞു, ഒരു മർമ്മം പറഞ്ഞിട്ട് ഞാൻ കുപ്പായത്തിനുള്ളിൽ കൈയിട്ടിട്ട് പുറത്ത് ചൊറിഞ്ഞു കൊടുത്താൽ മതി. ഭയങ്കര ഇഷ്ടമായിരിക്കും ഏതൊരു മനുഷ്യനും. അത് ഇഷ്ടമില്ലാത്ത ഒറ്റ മനുഷ്യനില്ല. വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ ഇത് പുറം കണ്ടുപിടിച്ച് തന്നെ ചൊറിയാനാണ്. മനസ്സിലായി? വേറെ കൈകൊണ്ട് കാലുകൊണ്ട് തലയുണ്ടല്ലോ എന്തെല്ലാം ഉപകാരമുണ്ട് നമുക്ക്. ഏറ്റവും കൂടുതൽ പ്ലിന്റ് ഏരിയ സ്പേസ് പോകുന്ന പുറത്തിനാ. ഒരു ഉപകാരമില്ലാത്ത സാധനം ഇത് ചൊറിയാനുണ്ടാക്കിയതാണ്. അതുകൊണ്ട് തൊടുക, മക്കളെ തൊടുക. നിങ്ങളുടെ അച്ഛനമ്മമാരെയും തൊടണം. അവർക്ക് ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും മരുന്നും കൊടുത്താൽ പോരാ, അവരെ തൊടണം. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാര് ജീവിച്ചിരിക്കുന്നുണ്ട്, പരസ്പരം തൊടണം. ബെഡ്റൂമിലല്ല, ഓപ്പണായിട്ട് മക്കളുടെ മുമ്പിൽ അടുത്തിരുന്ന് വർത്തമാനം പറഞ്ഞാൽ എന്താ? നമ്മളെ സ്ത്രീകളില്ലേ, മക്കളെ മുമ്പൊന്ന് ഭർത്താവ് ഒന്ന് ചുമലിൽ കൈവെക്കുവോ, ഒന്ന് കൈകൾ കോർത്ത് പിടിക്കും. നിങ്ങൾ കളിക്കുന്ന പിള്ളേർ കാണൂലേ? ഇതെന്താ ആലക്കത്തെ പെണ്ണുങ്ങളിയാ? സ്വന്തം ഭാര്യയല്ലേ? പിള്ളേർ കണ്ടാൽതാ ഒന്ന് പ്രേമിക്കുന്നു. പ്രേമം എന്ന് പറഞ്ഞാൽ കല്യാണം വരെ അല്ല, മരണം വരെ വികസിക്കേണ്ടതാ. സബലമി യാത്ര എന്ന കവിത പഠിച്ചിട്ടില്ലേ നമ്മള്? ആശുപത്രി കിടക്കയിൽ ഒരു ചുമക്കടിയിടറി വീഴാം ഈ പഴങ്കൂട്, എങ്കിലും നീയൻ അണിയത്ത് ചേർന്നു നിൽക്കൂ സഖി, വരും കൊല്ലം ആരെന്നും എന്തെന്നും ആർക്കറിയാം. പ്രേമിക്കും. കല്യാണം വരെ ഐ ലവ് യു, ഐ ലവ് യു, ഐ ലൈക്ക് യു. രാവിലെ ഉച്ചക്കും രാത്രി അയക്കും. കല്യാണം കഴിഞ്ഞിട്ട് ഒരു തവണ പറഞ്ഞോ ഐ ലവ് യു, ഐ ലൈക്ക് യു എന്ന് പറഞ്ഞോ? പറയുന്നത് എന്തോ ഒരു മോശ. എന്താ പറയാത്തെന്ന് ചോദിച്ചപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഒരാൾ പറഞ്ഞ മറുപടി, വിവാഹം കഴിഞ്ഞാൽ എന്താ ഐ ലവ് യു അറിയാത്തെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയാം അതെന്താണ് പറയാത്തതെന്ന് അറിയാം. എന്താ? ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രചരണം വേണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇലക്ഷൻ്റെ തട്ടിപ്പാണോ ഇത്? അതുകൊണ്ട് പ്രേമിക്കും.